കൗരവർ സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞതേ പറയാനുള്ളൂ. ആന്റണി ഗുണ്ടായിസം മാത്രമേ ഉപേക്ഷിച്ചിട്ടുള്ളൂ, ആണത്വം പണയം വെച്ചിട്ടില്ല. ആ സൂപ്പർ ഡയലോഗാണ് ഇപ്പോൾ പറയാൻ തോന്നുന്നത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി കേരളത്തിൽ നടത്തിയ നിർമ്മാണ പ്രവൃത്തികളെക്കുറിച്ച് പരാതിയുണ്ടെങ്കിൽ മാത്രം അന്വേഷണം നടത്തി നടപടിയെന്ന് നിയമസഭയിൽ നിലപാടെടുത്തിരിക്കുന്നു പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. അതെ, ഊരാളുങ്കലിനെതിരെ ഇതുവരെ വകുപ്പിനോ മന്ത്രിക്കോ പരാതിയൊന്നും കിട്ടിയിട്ടേയില്ല. അതുകൊണ്ട് തന്നെ സഭയിലെ സർക്കാർ നിലപാട് ഊരാളുങ്കലിനൊപ്പം എന്ന് തന്നെയാണ്. ആദ്യം NHAന്റെ വർക്ക് നന്നായി നടത്തി, അത് കേന്ദ്രത്തിനെ പ്രീണിപ്പിച്ചു. നമ്മളെ നാട്ടിലെ വർക്കൊന്നും ഭംഗിയായിട്ട് നടന്നില്ല. അതാണ് ഇപ്പോൾ അതിലൊരു ചെറിയ വിഷയം. ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കൊക്കെ വർക്ക് കൊടുക്കുമ്പോൾ ലിമിറ്റ് ഉണ്ടായിരുന്നു. 25 കോടി, 50 കോടി, 100 കോടിയാക്കി. 2001 പിന്നെ 200, 300 പിന്നെ 2020-22 ആയപ്പോൾ 500 കോടിയായി. ഇപ്പോൾ 22 ശേഷം അൺലിമിറ്റായി. എത്ര കോടി രൂപേൻ്റെ വർക്ക് എടുക്കാമെന്നുള്ള ഒരു ഇതിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതൊന്ന് ഗൗരവമായി ഒന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് അതിനൊരു തീരുമാനമുണ്ട്. കാലതാമസം കാര്യങ്ങളൊക്കെ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഒരു എഗ്രിമെൻ്റിൻ്റെ ഭാഗമായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കാം. വൈകിട്ട് വർക്കുകൾ കൊടുത്തത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നിരുന്നാലും ഇവിടെ വന്ന ചോദ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വർക്ക് നോമിനിയായിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. പൊതുമരാമത്ത് പ്രവൃത്തികളുടെ നിരീക്ഷണം ഒക്കെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള എഞ്ചിനീയർമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും, കരാറുകാർ അവരുടെ കോൺട്രാക്ടർമാർ അവർ എഞ്ചിനീയർമാരെ സൈറ്റിൽ വെക്കുന്നുണ്ടാവും. പക്ഷേ ഔദ്യോഗികമായിട്ട് എല്ലാ കാര്യങ്ങളും പൊതുമരാമത്ത് വകുപ്പ് ആണ് നിരീക്ഷിക്കുന്നത്. പ്രീ ക്വാളിഫിക്കേഷനിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. മറ്റുള്ള കരാറുകാർക്കുള്ള പ്രീ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യും. പക്ഷേ അവർക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ അവരെ ടെൻഡർ അംഗീകരിക്കില്ല. നേരെ മറിച്ച് ഇവർക്ക് നിബന്ധനയിൽ ഇളവ് നൽകിയത് കൊണ്ടാണ് ഊരാളുങ്കൽ സൊസൈറ്റിനെ കൺസിഡർ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യം ഒന്ന് പരിശോധിക്കണം. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. ടെൻഡറിൽ 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, അവർ നേരിട്ട് ടെൻഡർ കോട്ട് ചെയ്തിട്ട് ലോസ്റ്റ് ആയിട്ട് വന്നതുണ്ട്. ചിലത് ലോസ്റ്റ് ആയിട്ട് ചെയ്ത ടെൻഡറിൽ പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസ് വരുമ്പോൾ 10% അവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 46 പ്രവൃത്തികളാണ് കിഫ്ബി മുഖാന്തരം അവർക്ക് ലഭിച്ചിട്ടുള്ളത്. പ്രൈസ് ഡിഫറൻസിൽ ആദ്യം NHAന്റെ വർക്ക് നന്നായി നടത്തി, അത് കേന്ദ്രത്തിനെ പ്രീണിപ്പിച്ചു. നമ്മളെ നാട്ടിലെ വർക്കൊന്നും ഭംഗിയായിട്ട് നടന്നില്ല. അതാണ് ഇപ്പോൾ അതിലൊരു ചെറിയ വിഷയം. പിന്നെ ആണെങ്കിൽ അവർ ആദ്യം നല്ല ക്വാളിറ്റി വർക്കായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഊരാളുങ്കലിൻ്റെ പിന്നാലെ പോയത്. വർക്കിനോട് കൂടി ഇപ്പം അവരുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാം. സർ, അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ല. ഏതാനും ഇവിടെ മെമ്പർ സൂചിപ്പിച്ചതുപോലെ അക്കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കാം. ഈ ചോദ്യത്തിന് വിശദമായി ഒന്ന് മറുപടി പറയണമെങ്കിൽ അത് അടുത്ത് ബന്ധപ്പെട്ട അംഗത്തെ അറിയിക്കാം. പിന്നെ ഈ കോൺട്രാക്റ്റില്ലാതെ ഇപ്പോൾ ULCCയിൽ നിലവിൽ non-PMC കൺസൾട്ടൻസിയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനാൽ 1 കോടി രൂപ വരെയുള്ള വർക്ക് അവർക്ക് നോമിനിയായിട്ട് വർക്ക് അവാർഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു സംവിധാനം. മറ്റു കാര്യങ്ങൾ പിന്നീട് തദ്ദേശീയ ആളുകൾക്ക് ജോലി ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ കാര്യം അന്വേഷിക്കുന്നതാണ്. ഇവർക്ക് നമ്മൾ ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കൊക്കെ ഈ ഇളവ് കൊടുക്കുന്നത് നാട്ടിലെ ആളുകൾക്ക്, തൊഴിലാളികൾക്ക് ജോലി ലഭ്യമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇതിപ്പം നമ്മൾ ഇവർക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇല്ല, പെർഫോമൻസ് ഗ്യാരണ്ടി ഇല്ല, ടെൻഡറിൽ 10% ഇളവ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. ഇപ്പം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണെങ്കിൽ തന്നെ ഈ പ്രൈസ് ഡിഫറൻസിന് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഇതിൽ 140 കോടി രൂപ അവർക്ക് ലാഭമാണ്. മറ്റുള്ള കരാറുകാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അത്രയും നഷ്ടം സർക്കാർ സഹിക്കുന്നുണ്ട്. 140 കോടി രൂപ കഴിഞ്ഞ കാല പ്രവൃത്തികളിൽ നിന്ന് ഇപ്പോൾ കിട്ടിയ ഒരു കണക്ക് പ്രകാരം അങ്ങനെയാണ്. രാജ്യത്തെ തന്നെ ആദ്യത്തെ ഏറ്റവും വലിയ തൊഴിൽ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി. മറ്റ് തൊഴിൽ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണ് അവരുടെ ജീവനക്കാരോടുള്ള ഇടപെടലും ആനുകൂല്യങ്ങളുമൊക്കെ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് നൽകിയ റോഡ് പ്രവൃത്തികളിൽ പരാതികളുണ്ടെങ്കിൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്നാണ് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ നിയമസഭയിൽ അംഗങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ പറഞ്ഞത്. ഊരാളുങ്കലിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അംഗങ്ങൾ ഉന്നയിച്ച ആശങ്കകൾ പരിശോധിക്കും. പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവൃത്തികളിൽ ഊരാളുങ്കലിന് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തികൾ അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി അറിയിച്ചു. മുൻ സർക്കാർ ULCCക്ക് വഴിവിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധനയിൽ വരും. നിലവിൽ ജോലിഭാരം കാരണം അവരുടെ പ്രവൃത്തികൾ വൈകുന്നതായി പരാതികളുണ്ട്. അതെല്ലാം പരിശോധിച്ചു വരികയാണ്. എന്തെങ്കിലും തരത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പി കെ ബഷീർ സഭയ്ക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് പൊതുമരാമത്ത് വകുപ്പ് ഈ ഊരാളുങ്കലിന് അനുകൂലമായ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്?
ഊരാളുങ്കൽ എന്ന സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിന് ഇടത് അനുഭവമുണ്ടെന്നത് സത്യമാണ്. അതിൻ്റെ അർത്ഥം ഊരാളുങ്കലിലെ ജീവനക്കാരെല്ലാം ഇടതുകാരാണ് എന്നല്ല. അവർ മാന്യമായി തൊഴിലെടുത്ത് കുടുംബം പുലർത്തുന്ന മറ്റേതൊരു മലയാളിയെയും പോലെ തന്നെയാണ്. ശരിയാണ്, ഊരാളുങ്കലിൻ്റെ മികവ് മുൻനിർത്തി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കെട്ടിടങ്ങൾ, റോഡുകൾ, അങ്ങനെ നിരവധി വൻകിട പദ്ധതികൾക്ക് സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിൻ്റെ അക്രഡിറ്റഡ് ഏജൻസി തന്നെയാണ് അവർ. ഓർക്കണം, നമ്മുടെ നാട്ടിലെ ഒരു റോഡ് ടാർ ചെയ്യാൻ പോലും ഡൽഹിയിലെ ഗോസായിമാരുടെ കൺസ്ട്രക്ഷൻ കമ്പനികൾ കരാർ അടിച്ചു കൊണ്ടുപോകുന്ന ഗതികളിൽ നിന്നുമാണ് കേരളത്തിൻ്റെ ഒരു കമ്പനി ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നത്. ഇതൊക്കെ പുറത്തു കാണുന്ന വിവരങ്ങൾ മാത്രം. പക്ഷേ ഊരാളുങ്കലിന് ജനമധ്യേ പറയാൻ സാധിക്കാത്ത കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ 10 വർഷത്തെ ഭരണത്തിനിടയിൽ. അവർക്കാണ് ഭൂരിഭാഗവും നിർമ്മാണ കരാറുകളും ടെൻഡർ നൽകിയതെന്നത് ശരിയാണ്. പക്ഷേ തിരികെ ചെയ്ത ജോലിയുടെ പണം നൽകുന്ന സമയം വരുമ്പോൾ നമ്മുടെ അന്നത്തെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിലേക്ക് ഓടും. ഊരാളുങ്കലിൻ്റെ ബില്ല് വന്നിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു വെക്കണമെന്നും പറയും. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കാളിംഗ് ഫ്രം ദി ടോപ്പ് ഫോൺ വിളികൾ പോകും. അതോടെ ആ ബില്ല് പേയ്മെൻറ്റ് അവിടെ നിർത്തിവെക്കപ്പെടും. അങ്ങനെ കോടികളാണ് കിഫ്ബി വഴിയും അല്ലാതെയുമൊക്കെയുള്ള വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ വകയിൽ ഊരാളുങ്കലിന് കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് തന്നെ കൊടുത്തു തീർക്കാനുള്ളത്. അതിനിയും കൊടുത്തു തീർത്തിട്ടില്ല. അങ്ങനെ ജീവനക്കാർക്കുള്ള ശമ്പളം വരെ മുടങ്ങുന്ന അവസ്ഥയിലേക്ക്, ആ ഗതികേടിലേക്ക് ഊരാളുങ്കലിനെ 10 കൊല്ലത്തെ ഇടത് ഭരണം കൊണ്ടെത്തിച്ചു. എന്തിനേറെ പറയുന്നു, ഈ സാമ്പത്തിക വർഷാവസാനം മാർച്ച് അവസാനം ഊരാളുങ്കലിന് മാത്രം കൊടുത്തു തീർക്കാനുള്ള പണം കൊടുത്തിട്ടില്ല. പകരം ബുദ്ധിമാനായ അന്നത്തെ ഇടത് ധനകാര്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അവർക്ക് ലഭിക്കേണ്ട തുകയുടെ ഒരു ഭാഗം വായ്പയായി എടുത്തുകൊള്ളാൻ അനുമതി നൽകിയിരിക്കുന്നു എന്നൊരു സൗജന്യവും നൽകി. അതോടെ കിട്ടാനുള്ള ആ തുക കിട്ടിയതുമില്ല, ആ തുക വായ്പ എന്ന ലേബലിലെടുത്ത് പലിശ തിരികെ അടയ്ക്കേണ്ട ഗതികേടിലായി ഊരാളുങ്കൽ. അങ്ങനെ നിൽക്കുന്ന ഊരാളുങ്കലിനോട് ഈ സർക്കാർ എന്തെങ്കിലും നടപടിയെടുത്താൽ അത് ആ സ്ഥാപനം അടച്ചു പൂട്ടേണ്ട അവസ്ഥയിലേക്കായി കാര്യങ്ങൾ മാറുമെന്ന് ഉറപ്പാണ്. ഒരു കൂട്ടം നിർമ്മാണ തൊഴിലാളികളുള്ള, വൈദഗ്ധ്യമുള്ള ജീവനക്കാരുള്ള കേരളത്തിൻ്റെ ഒരു മാതൃകാ നിർമ്മാണ സ്ഥാപനമാണ്. അത് പൂട്ടിക്കെട്ടിക്കണമെന്ന ആഗ്രഹമായിരുന്നു ഇടത് സർക്കാരിനെങ്കിൽ അതിനെ നിലനിർത്തിയില്ലെങ്കിൽ തൻ്റെ സർക്കാരുടെ തന്നെ നാണക്കേടാകുമെന്ന നിലപാടാണ് മുഖ്യമന്ത്രി VD സതീശനുള്ളത്. സ്ഥാപനങ്ങൾ പൂട്ടിക്കെട്ടാൻ മത്സരിക്കുന്ന കേരളത്തിലെ സർക്കാരുകൾക്ക് ഇനിയെങ്കിലും ഒരു അവസാനമുണ്ടാകണം ഇതോടെ. അതിനൊരു ഉത്തരമാകട്ടെ ഊരാളുങ്കലിൻ്റെ അതിജീവനം. ആദ്യം NHAന്റെ വർക്ക് നന്നായി നടത്തി, അത് കേന്ദ്രത്തിനെ പ്രേരിപ്പിച്ചു. നമ്മളെ നാട്ടിലെ വർക്കൊന്നും ഭംഗിയായിട്ട് നടന്നില്ല. അതാണ് ഇപ്പോൾ അതിലൊരു ചെറിയ വിഷയം. ഊരാളുങ്കൽ അടക്കമുള്ള ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് അറ്റ് എ ടൈം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വർക്കുകളുടെ മൊത്തം തുക എത്രയാണ് എന്നുള്ളത് കൃത്യതയോടുകൂടി ഒന്നുകൂടി നിജപ്പെടുത്തുമോ? ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കൊക്കെ വർക്ക് കൊടുക്കുമ്പോൾ ലിമിറ്റ് ഉണ്ടായിരുന്നു. 25 കോടി, 50 കോടി, 100 കോടിയാക്കി. 2001 പിന്നെ 200, 300 ആയി. പിന്നെ 2020-22 ആയപ്പം 500 കോടിയായി. ഇപ്പോൾ 22 ശേഷം അൺലിമിറ്റായി. എത്ര കോടി രൂപേന് വർക്ക് എടുക്കാമെന്നുള്ള ഒരു ഇതിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതൊന്ന് ഗൗരവമായി ഒന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് അതിനൊരു തീരുമാനമുണ്ട്. അപ്പോൾ ഇവരുടെ ഈ കാലതാമസം കൊണ്ട് വലിയ നഷ്ടം കേരളത്തിന്റെ ഖജനാവിന് അടക്കം ഉണ്ടാകുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ സംസ്ഥാനത്തിന് സംഭവിക്കുന്ന നഷ്ടം ഇവരിൽ നിന്ന് ഈടാക്കാനുള്ള നടപടി സ്വീകരിക്കുമോ? അതോടൊപ്പം ഇവർക്ക് വഴിവിട്ട രീതിയിൽ ഏതെങ്കിലും വർക്കുകൾ കൊടുക്കുന്ന അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കാലതാമസം കാര്യങ്ങളൊക്കെ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കാം. വഴിവിട്ട് വർക്കുകൾ കൊടുത്തത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നിരുന്നാലും ഇവിടെ വന്ന ചോദ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വർക്ക് നോമിനി ആയിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ഊരാളുങ്കൽ സൊസൈറ്റി വഴി നിർമ്മിക്കുന്ന പ്രവൃത്തികളുടെ നിർമ്മാണ മേൽനോട്ട ചുമതല അവരുടെ സ്വന്തം എഞ്ചിനീയർമാർക്കാണോ? പൊതുമരാമത്ത് വകുപ്പിന്റെ നിരീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടോ എന്ന് വ്യക്തമാക്കാമോ? പൊതുമരാമത്ത് പ്രവൃത്തികളുടെ നിരീക്ഷണം ഒക്കെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള എഞ്ചിനീയർമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും, കരാറുകാർ അവരുടെ കോൺട്രാക്ടർമാർ അവർ എഞ്ചിനീയർമാരെ സൈറ്റിൽ വെക്കുന്നുണ്ടാവും. പക്ഷേ ഔദ്യോഗികമായിട്ട് എല്ലാ കാര്യങ്ങളും പൊതുമരാമത്ത് വകുപ്പ് ആണ് നിരീക്ഷിക്കുന്നത്. പ്രീ ക്വാളിഫിക്കേഷൻ അടക്കമുള്ള ചില കാര്യങ്ങളിൽ നിബന്ധനകളിൽ ഇളവ് നൽകി ഊരാളുങ്കൽ സൊസൈറ്റിയെ അമിതമായി സർക്കാർ സഹായിച്ചതായി കരുതുന്നുണ്ടോ? പ്രീ ക്വാളിഫിക്കേഷനിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. മറ്റുള്ള കരാറുകാർക്കുള്ള പ്രീ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യും. പക്ഷേ അവർക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ അവരെ ടെൻഡർ അംഗീകരിക്കില്ല. നേരെ മറിച്ച് ഇവർക്ക് നിബന്ധനയിൽ ഇളവ് നൽകിയത് കൊണ്ടാണ് ഊരാളുങ്കൽ സൊസൈറ്റിനെ കൺസിഡർ ചെയ്യുന്നത്.
ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യം ഒന്ന് പരിശോധിക്കണം. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അംഗീകരിച്ച എസ്റ്റിമേറ്റ് തുക ക്രമവിരുദ്ധമായി പിന്നീട് വർദ്ധിപ്പിച്ച് കൂടുതൽ തുക സൊസൈറ്റിക്ക് അനുവദിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കിഫിയുടെ മുഖാന്തരം പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള എത്ര പദ്ധതികൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകിയിട്ടുണ്ട്? ടെൻഡറിൽ 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, അവർ നേരിട്ട് ടെൻഡർ കോട്ട് ചെയ്തിട്ട് ലോവസ്റ്റ് ആയിട്ട് വന്നതുണ്ട്. ചിലത് ലോവസ്റ്റ് ആയിട്ട് ചെയ്ത ടെൻഡറിൽ പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസ് വരുമ്പോൾ 10% അവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 46 പ്രവൃത്തികളാണ് കിഫ്ബി മുഖാന്തരം അവർക്ക് ലഭിച്ചിട്ടുള്ളത് പ്രൈസ് ഡിഫറൻസിൽ. വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതാണ് ഊരാളുങ്കൽ സൊസൈറ്റി. NHAയുടെ ഒരു റീച്ച് കാസർഗോഡ് സമയബന്ധിതമായി പൂർത്തീകരിച്ചതും ഈ മാതൃകാപരമായ കാര്യം വകുപ്പിന്റെ ശ്രദ്ധയിലുണ്ടോ? ആദ്യം NHAയുടെ വർക്ക് നന്നായി നടത്തി, അത് കേന്ദ്രത്തിനെ പ്രീണിപ്പിച്ചു. നമ്മളെ നാട്ടിലെ വർക്കൊന്നും ഭംഗിയായിട്ട് നടന്നില്ല. അതാണ് ഇപ്പോൾ അതിലൊരു ചെറിയ വിഷയം. പിന്നെ ആണെങ്കിൽ അവർ ആദ്യം നല്ല ക്വാളിറ്റി വർക്കായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഊരാളുകളുടെ പിന്നാലെ പോയത്. വർക്കിനോട് കൂടി ഇപ്പം അവരുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാം. സാറേ, മറ്റു പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റും ഇവർ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റും തമ്മിൽ വലിയ അന്തരമുണ്ടോ? അത് പരിശോധിക്കാൻ പ്രത്യേകമായ ഒരു അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറാവുമോ? സാർ, അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ല. ഏതാനും ഇവിടെ മെമ്പർ സൂചിപ്പിച്ചതുപോലെ അക്കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനുള്ളിൽ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സർക്കാർ എത്ര രൂപയുടെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് എന്നും, അപ്പോൾ അവരുടെ സബ്സിഡറി കമ്പനികൾ മുഖേനയും എത്ര കോടി രൂപയുടെ വർക്കുകൾ കൊടുത്തിട്ടുണ്ടെന്നും, ഇതിൽ എത്ര കോടി രൂപയുടെ വർക്ക് ടെൻഡർ മുഖേന കൊടുത്തിട്ടുണ്ടെന്നും ടെൻഡർ ഇല്ലാതെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതും ഒന്ന് വ്യക്തമാക്കാം. ഈ ചോദ്യത്തിന് വിശദമായി ഒന്ന് മറുപടി പറയണമെങ്കിൽ അത് അടുത്ത് ബന്ധപ്പെട്ട അംഗത്തെ അറിയിക്കാം. പിന്നെ ഈ കോൺട്രാക്റ്റ് ഇല്ലാതെ ഇപ്പോൾ ULCCയിൽ നിലവിൽ നോൺ PMC കൺസൾട്ടൻസിയ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനാൽ 1 കോടി രൂപ വരെയുള്ള വർക്ക് അവർക്ക് നോമിനിയായിട്ട് വർക്ക് അവാർഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു സംവിധാനം. മറ്റു കാര്യങ്ങൾ പിന്നീട്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തദ്ദേശീയരായ തൊഴിലാളികൾക്ക് ആവശ്യമായ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതി പരിഹരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് വ്യക്തമാക്കാമോ? തദ്ദേശീയ ആളുകൾക്ക് ജോലി ലഭിക്കുന്നില്ല എന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ കാര്യം അന്വേഷിക്കുന്നതാണ്. ഇവർക്ക് നമ്മൾ ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കൊക്കെ ഈ ഇളവ് കൊടുക്കുന്നത് നാട്ടിലെ ആളുകൾക്ക്, തൊഴിലാളികൾക്ക് ജോലി ലഭ്യമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇതിപ്പം നമ്മൾ ഇവർക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇല്ല, പെർഫോമൻസ് ഗ്യാരണ്ടി ഇല്ല, ടെൻഡറിൽ 10% ഇളവ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. ഇപ്പം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണെങ്കിൽ തന്നെ ഈ പ്രൈസ് ഡിഫറൻസിന് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഇതിൽ 140 കോടി രൂപ അവർക്ക് ലാഭമാണ്. മറ്റുള്ള കരാറുകാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അത്രയും നഷ്ടം സർക്കാർ സഹിക്കുന്നുണ്ട്. 140 കോടി രൂപ കഴിഞ്ഞ കാല പ്രവൃത്തികളിൽ നിന്ന് ഇപ്പോൾ കിട്ടിയ ഒരു കണക്ക് പ്രകാരം അങ്ങനെയാണ്.